ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റാത്തവരില്ല. നമുക്കും പറ്റിയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അബദ്ധമാണെന്നുള്ളത്. കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് മനുഷ്യന് സമയലാഭവും സാമ്പത്തിക ലാഭവും ഒക്കെ ഉണ്ടാകും. സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ പണി പച്ചവെള്ളത്തിൽ കിട്ടും. പണി കിട്ടിയവരാരും അത് പുറത്ത് പറയാറില്ല എന്നുള്ളതാണ് സത്യം. ഇടക്കിടക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കാര്യം എടുക്കാനില്ല. ഒരു മാളത്തിൽ നിന്ന് ഒരിക്കലേ കടി കൊള്ളാൻ പാടുള്ളൂ. വിശുദ്ധ നബി വിശ്വാസികളെപ്പറ്റി പറഞ്ഞതെങ്ങനെയാണ്? നമുക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ പഴിചാരാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. ഇതെന്താണ് സാധനം എന്ന് എല്ലാവർക്കും അറിയാലോ. കാലത്ത് തന്നെ കടയിലേക്കൊരു കസ്റ്റമർ വന്നു. കാഷ്യർ വരാൻ വൈകിയ കാരണത്താൽ കൗണ്ടറിൽ കയറിയതാണ് ഞാൻ. സാധനങ്ങളെല്ലാം എടുത്ത് ബില്ലടിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, തുജുപ്പുലു റിങ്കിറ്റ്. കാർഡ് എടുക്കുമോ എന്ന് കസ്റ്റമർ. അതിനെന്താ, സ്വൈപ്പ് ചെയ്തോളൂ. കാർഡ് വെച്ച് ഓക്കെ കൊടുത്തപ്പോൾ റെസീറ്റ് വന്നു. ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റും ബില്ലും ഡ്രോയിൽ നിക്ഷേപിച്ച് ഞാൻ കസ്റ്റമറെ യാത്രയാക്കി. അവർ പോയി, ഞാനും എൻ്റെ മറ്റു ജോലികളിൽ വ്യാപൃതനായി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിന് സന്തോഷം പകരുന്ന ആ സത്യം ഓർമ്മ വന്നത്. മറ്റൊന്നുമല്ല, സ്വൈപ്പ് മെഷീനിന് 70 രൂപ 70.00 20. അതിനെന്ത് നിലയും വിലയാണുള്ളത്. അറിവുള്ളവരും അസൂയക്കാരുമൊക്കെ പലതും പറയും. നമ്മളത് മൈൻഡ് ചെയ്യണ്ട. പൂജ്യത്തിനൊരു വിലയില്ലെന്നേ. സൂക്ഷിച്ചു നോക്കിയാൽ ഈ രസീതിയിലുള്ള പൂജ്യത്തിൻ്റെ നിലയും വിലയും നിങ്ങൾക്ക് മനസ്സിലാകും. ഏതായാലും അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഇത്തരമൊരു സ്വൈപ്പ് മെഷീൻ സംഘടിപ്പിച്ചാൽ മതി. സന്തോഷം നമ്മൾ സ്വയം ഉണ്ടാക്കണമെന്ന് മാത്രം. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം.